നിങ്ങൾ സ്വയം ചോദിക്കൂ, ഞാൻ എത്രമാത്രം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. സ്വയം ചോദിക്കൂ നിങ്ങൾ. മറ്റുള്ളവരുടെ അസാന്നിധ്യത്തിൽ നമ്മൾ എത്രമാത്രം തളർന്ന് ജീവിക്കുന്നു ചോദിക്കൂ നിങ്ങൾ. അപ്പോൾ നമുക്കറിയാം നമ്മൾ വേർ വി ആർ എന്നുള്ളത്. അപ്പൊ നമ്മുടെ മനസ്സിപ്പോ പരമാത്മാവിനോടാണോ അടുത്തിരിക്കുന്നത്, ശരീരത്തോടാണോ കൂടുതൽ അടുത്തിരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇതൊക്കെ തിരിച്ചറിയൂ നിങ്ങൾ. ചെറുപ്പത്തിലേ തിരിച്ചറിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല. കാരണം വേഗം 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 പിക്കപ്പ് ചെയ്യാൻ പറ്റും. ഇത് 70ാമത്തെ വയസ്സിൽ അറിയാൻ പോയല്ലേ ഓൾറെഡി നമ്മൾ പലരെയും താങ്ങിക്കോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആളെ ഇത് പെട്ടെന്നൊന്നും മനസ്സിലായിട്ടും പെട്ടെന്ന് കാര്യമൊന്നുമില്ല. മനസ്സിലാക്കണ്ടെന്നല്ല, മനസ്സിലാക്കിയിട്ട് വലിയ പ്രയോജനം പെട്ടെന്നുണ്ടാവില്ല. എന്നാൽ ഒരു ഗുണമുണ്ട്, ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മം എന്തായാലും പ്രയോജനം ചെയ്യും. അതുകൊണ്ട് കേൾക്കൂ എല്ലാവരും, കുറെ ശ്രമിക്കൂ നിങ്ങൾ. കപില മഹർഷി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണത്. അച്ഛൻ വിട്ടുപോയി, ഇനി ഞാനും വിട്ടുപോവുകയാണ്. എന്നെയല്ല അമ്മയെ പിടിക്കേണ്ടത്. തസ്മാത്വം സർവഭാവേന ഭജസ്വ പരമേഷ്ഠിനം. എല്ലാം കൊണ്ടും ഭജിക്കേണ്ടത് ഭഗവാനെ പിടിക്കൂ, മുറുകെ പിടിക്കൂ എന്നാണ്. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ഞാൻ പോയാലും ദുഃഖിക്കേണ്ടി വരില്ല. അമ്മ ഒറ്റയ്ക്ക് കാര്യങ്ങളെ നേരിടാൻ അമ്മ പ്രാപ്തയാവും എന്നാണ് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് തന്നെയാണ് ശ്രീരാമസ്വാമി ആർക്കും പറഞ്ഞു കൊടുക്കുന്നത്? ഹനുമാൻസ്വാമിക്ക്. അപ്പോ പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിധിൽ കാണുന്നത് ജീവാത്മാവറിയടോ. പരമാത്മാവെന്നാൽ ഈ ശരീരത്തെ നിലനിർത്തുന്ന ചൈതന്യം, പ്രതിബിംബമെന്നാൽ ഇപ്പോ ഞാനെന്ന സംസ്കാരം. ആ സംസ്കാരം നിലനിൽക്കുന്നത് മനസ്സാകുന്ന മീഡിയത്തിലാണ്, ഒരു പ്രതലത്തിലാണ്. ഇതാണ് എന്റെ വ്യക്തിത്വം. ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? എന്നിട്ട് പറയണോ വേറൊന്നുകൂടി, സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. പരമാത്മാവ് എപ്പോഴും നിശ്ചലമാണ്. അപ്പൊ ജീവാത്മാവോ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്താണ്? ബിംബം നിശ്ചലവും പ്രതിബിംബം ചലിക്കുന്നത് എങ്ങനെയാവുന്നത്? വെള്ളമിളകിയാൽ പ്രതിബിംബവും ചലിക്കും. ബിംബം നിശ്ചലമാണെങ്കിൽ ശരിക്കും പ്രതിബിംബവും നിശ്ചലമായിരിക്കേണ്ടതാണ്. പക്ഷേ അതിനെ ഇളക്കാൻ ആർക്ക് സാധിക്കും? മനസ്സാകുന്ന വെള്ളത്തിന്. അപ്പോ വാസ്തവത്തിൽ നമ്മളെയൊക്കെ തളർത്തുന്നത് ആരാണ്? നമ്മുടെ സ്വന്തം മനസ്സാണ്. ഇനി തളരാതിരിക്കാൻ എന്താ വേണ്ടത്? മനസ്സിനെ നിശ്ചലമാക്കാൻ സാധിച്ചാൽ, മനസ്സിലാവുണ്ടോ? വെള്ളത്തിന്റെ ഇളക്കത്തെ പിടിച്ചു നിർത്താൻ സാധിച്ചാൽ പ്രതിബിംബത്തിന്റെ ഇളക്കവും നിൽക്കും. ഇപ്പൊ നമ്മുടെ സാധനകൾ മുഴുവൻ എന്തിനായിരിക്കണം? മനസ്സിന്റെ ഇളക്കത്തെ. ഇതിനെയാണ് സംസ്കരണം എന്ന് പറയുന്നത്. മനസ്സിന്റെ ഇളക്കം പിടിച്ചു നിർത്തുക. ഇത് 3 വിധത്തിൽ ചെയ്യാം. ഒന്നാമത്തെ വിധം എന്ന് പറഞ്ഞാൽ മദ്യവും മയക്കുമരുന്നുകൊണ്ടും കുറെ പിടിച്ചു നിർത്താൻ സാധിക്കും. അത് എളുപ്പമായ മാർഗമാണ്. ഉറക്കുഗുളികകള്, മദ്യം, മയക്കുമരുന്ന്, ഇതുകൊണ്ടൊക്കെ വേഗം പിടിച്ചു നിർത്താൻ സാധിക്കുന്നത് കൊണ്ടായിരിക്കാം ആളുകൾ അതിലേക്ക് കൂടുതൽ അഡിക്റ്റഡ് ആവുന്നത്. രണ്ടാമത്തത് എനർജി മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് മനസ്സിനെ നിശ്ചലമാക്കാം, തളർത്തിക്കൊണ്ട്. മനസ്സിലായില്ലേ? കൂടുതൽ തളർത്തിക്കൊണ്ട് ശരീരത്തെ വേഗം തളർത്താൻ സാധിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണത്രേ സെക്ഷുവൽ റിലേഷൻ. തന്റെ ബീജം നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ തന്റെ ശരീരത്തിൽ നിന്നും അണ്ഡം ഉൽപ്പാദിക്കപ്പെട്ടു പോയാൽ ആ ബോഡി അപ്പോഴേക്കും തളരും. അപ്പൊ വേഗം ഉറക്കത്തിലേക്ക് കടക്കാൻ പറ്റും. അപ്പൊ തന്റെ ദുഃഖങ്ങളെയൊക്കെ വേഗം അതിലൂടെ മറക്കാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കാം ലോകത്തിൽ ആളുകൾ മദ്യത്തിലേക്കും അതുപോലെ തന്നെ ഈ ലൈംഗികമായ വേശ്യാവൃത്തികളിലേക്കും കൂടുതൽ തിരിയുന്നത്. പ്രിയാണ്, ആർക്കും അതൊന്നും ഇല്ലാതെയാക്കാൻ സാധ്യമല്ല. ഒന്നുകിൽ മദ്യം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി സാധിക്കുന്ന പറയുന്നത്. മൂന്നാമത്തത് വിവേകത്തോടുകൂടി മനസ്സിനെ നിശ്ചലമാക്കാം. അതാണ് ആധ്യാത്മികമായിട്ടുള്ള നിശ്ചലത എന്ന് പറയുന്നത്. ധ്യാനം, ഈശ്വരസ്മരണ, പ്രേമം, കീർത്തനം,
ഇത്തരം കാര്യങ്ങളിലൂടെ മനസ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? നിശ്ചലമാക്കാൻ പറ്റും. അതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുക. പ്രേമത്തോടെ നമ്മൾ ഈശ്വരനെ ഭജിക്കും തോറും മനസ്സിന്റെ വേണ്ടാത്ത ചിന്തകൾ കുറഞ്ഞ് നല്ല വിചാരങ്ങൾ കൂടി നമുക്ക് മനസ്സിനെ വേഗം എന്ത് ചെയ്യാൻ പറ്റും? ശാന്തമാക്കാൻ സാധിക്കും. അതിലുള്ളൊരു ഗുണം എന്താന്ന് വെച്ചാൽ അതൊരിക്കലും നമ്മുടെ ശക്തിയെ ഒരിക്കലും ചോർത്തിക്കളയില്ല. മറ്റുള്ള വിഷയങ്ങൾക്കൊക്കെ നമുക്ക് രോഗങ്ങളെ വരുത്തിത്തരാനും ശക്തിയെ ചോർത്താനും സാധിക്കും. അതുകൊണ്ട് ആ മാർഗത്തെ ബ്രഹ്മചര്യ മാർഗം എന്ന് പറയുക. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണേ, ശക്തി ചോരാതെ മനസ്സിനെ ഈശ്വരനിലേക്ക് ഉയർത്തുന്ന മാർഗത്തെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. അത് നമുക്ക് അഭ്യസിച്ചെടുക്കാൻ സാധിച്ചാൽ നമ്മുടെ മനസ്സിന്റെ പ്രശ്നങ്ങളെ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ ചെയ്യും പറ്റും? പരിഹരിക്കാൻ സാധിക്കും. പക്ഷെ അവിടെയുള്ളൊരു വിഷമം എന്താന്ന് വെച്ചാൽ മനസ്സിനെ ഈശ്വരോന്മുഖമാക്കാൻ അത്ര എളുപ്പം സാധ്യമല്ല. പണ്ടുണ്ടാക്കി വച്ചിരിക്കുന്ന സംസ്കാരങ്ങൾ അടിഞ്ഞുകൂടിയതുകൊണ്ട് നാം ഈശ്വരനിലേക്ക് തിരിയും തോറും ആ സംസ്കാരങ്ങളൊക്കെ പൊങ്ങി വന്ന് നമ്മളെ വീണ്ടും എന്ത് ചെയ്യും? തടസ്സപ്പെടുത്തും. പക്ഷേ വിവേകം കൊണ്ട് ഒരിക്കലും തളരാതെ പതറാതെ അതെന്തു വന്നാലും ഞാൻ എൻ്റെ പന്താവിൽ നിന്ന്, മാർഗത്തിൽ നിന്ന്, യാത്രയിൽ നിന്ന്, രാമനിലേക്കുള്ള യാത്രയിൽ നിന്ന് ഒരിക്കലും ഞാൻ പുറകോട്ട് മാറില്ല. ദൃഢനിശ്ചയത്തോടെ കൃത്യനിഷ്ഠയോടെ അനുഷ്ഠാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വേണ്ടാത്ത ചിന്തകൾ ക്രമേണ മാറി നിന്ന് വേണ്ടതിലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും പരമാത്മാവ് നിശ്ചലമാണെങ്കിൽ നമ്മളും എപ്പോഴും നിശ്ചലരാവാം. നിശ്ചലർ എന്ന് പറഞ്ഞാൽ ചലിക്കാത്തവർ എന്നല്ല അർത്ഥം. മനസ്സിന്റെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. ഇത് സപ്രഷനല്ല, ഇത് സബ്ലിമേഷനാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണേ. എനിക്കെന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അതെന്റെ മനസ്സിൽ പിടിച്ചു വെച്ചാൽ മനസ്സപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. ബാഹ്യമായിട്ട് ആർക്കും എന്റെ ചലനത്തെ കാണാൻ പറ്റില്ല. പക്ഷെ എന്റെ വിഷമങ്ങൾ ഇങ്ങനെ എവിടെ വന്നുകൊണ്ടിരിക്കും? മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. അത് സപ്രഷനാണ്, അത് രോഗങ്ങളുണ്ടാക്കും. നേരെ മറിച്ച് സബ്ലിമേഷൻ എന്ന് പറയുന്നത് മനസ്സിൽ ചലനങ്ങളില്ല. ആ വന്നിരിക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട്, ഉൾക്കൊണ്ടുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട് നാം അതിനെ മറികടന്ന് പോവുകയാണ്. ശരി, വന്നത് വന്നു, ഇനി മുന്നോട്ട് പോവാനുണ്ട്, ഇവിടം കൊണ്ട് നിൽക്കുന്നില്ല എന്റെ ജീവിതം, ഇനിയും എനിക്ക് പോവാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പോവുകയാണ്. മനസ്സിലായില്ലേ? ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാൻ സാധിക്കുകയാണെങ്കിൽ ആത്മീയമായ ഉന്നതി നമുക്ക് ഇവിടെ വെച്ച് കൈവരിക്കാൻ സാധിക്കും. ഇതാണ് ആരാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ ഉൾക്കൊള്ളാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര രസമായിരിക്കും ജീവിതം. നല്ലവണ്ണം ബുദ്ധിയിൽ ഇത് വരണം. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഇത് മനസ്സിലാകുമ്പോൾ തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. ആചാര്യന്മാരുടെ കാരുണ്യത്താൽ തത്വമസി എന്ന് പറയുന്ന വാക്യത്തിന്റെ അർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാം. വളരെ ശ്രദ്ധിച്ചിട്ടാണ് പദങ്ങളൊക്കെ ഉപയോഗിച്ചത്. എന്നെ അറിയാൻ പറ്റുന്നല്ല ശ്രീരാമസ്വാമി പറഞ്ഞത്, എന്റെ തത്വത്തെ അറിയാം. എപ്പോഴാണത് അറിയാൻ സാധിക്കുക? തത്വമസി എന്ന വാക്യത്തിന്റെ അർത്ഥം ആചാര്യന്മാരിലൂടെ മനസ്സിലാക്കുമ്പോഴാണ്. ആളുകൾ തത്വമസി എന്ന് മനസ്സിലാക്കുന്നത് ആചാര്യന്മാരിലൂടെയല്ല. കൂടുതൽ ആളുകളും തത്വമസി എന്ന് മനസ്സിലാക്കുന്നത് ശബരിമലയിൽ കയറുമ്പോഴാണ്. 18-ാം പടി കയറിക്കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നു അത്രേ തത്വമസി എന്ന്. അപ്പൊ തത്വമസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർ ഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാൽ അമ്പലത്തിന്റെ ഉള്ളിൽ ഒരു അയ്യപ്പുണ്ട്, അയാള് ഹി വിൽ ടേക്ക് കെയർ ഓഫ് എവരിത്തിങ്. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം? 4 പാക്കറ്റ് അപ്പവും മേടിക്കണം, 2 പാക്കറ്റ് പായസവും വാങ്ങിച്ച് വീട്ടിൽ പോയാൽ തത്വമസി കഴിഞ്ഞു, എല്ലാം മസിയായി. ഇതാണ് ഭൂരിപക്ഷ ആളുകളുടെയും ഉള്ളിലിരിപ്പ്. തത്വമസി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആചാര്യകാരുണ്യത്താൽ എവിടെ പോകണം? ആചാര്യന്മാരുടെ അടുത്ത് പോകണം. മനസ്സിലായില്ലേ? ഇതൊക്കെ നിങ്ങൾ ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവുന്നത്.
എത്രയോ കാലം യാഗങ്ങളും പൂജകളും ചെയ്ത രഘൂഗണ മഹാരാജാവിനോട് ഭരതൻ പറയാണ്, രഘൂഗണയേതൽ തപസാന്നയാതി ന ചേജ്ജയാ നിർവവണാൽ ഗൃഹാദ്വാം ന ചന്ദസാനൈവ ജലാഗ്നിസൂര്യേ വിനാമഹൽപാദ രജോഭിഷേകം. കുറെ യാഗങ്ങളും കുറെ ഹോമങ്ങളും കുറെ പൂജകളും ചെയ്തതുകൊണ്ട് മാത്രം രഘൂഗണ മഹാരാജാവേ അങ്ങയ്ക്കിത് മനസ്സിലാവില്ല. രഘൂഗണ രാജൻ പോവൂ, മഹൽപാദരജോഭിഷേകം. എവിടെ പോവൂ? മഹാത്മാക്കളുടെ പാദങ്ങളിൽ പോയിരിക്കൂ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ സത്സംഗങ്ങൾക്ക് പോയി മനസ്സിലാക്കൂ. കഥകൾ കേൾക്കാൻ വേണ്ടി പോവരുത്. ആചാര്യന്മാരോട് ചോദിക്കൂ, എന്താണ് ഇതിന്റെ അർത്ഥം, ഈ തത്വമസി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആചാര്യന്മാരെ പറഞ്ഞ് മനസ്സിലാക്കി തരും. തത് ത്വം അസി. ത്വം നിന്റെ ഈ നിമിഷമുള്ള അവസ്ഥയുണ്ടല്ലോ, നിന്നെ നീയാക്കി വെക്കുന്നൊരു ഈഗോ ഉണ്ടല്ലോ, ആ ഈഗോ ശരിക്കും പറഞ്ഞാൽ അതിന് നിലനിൽപ്പ് കൊടുക്കുന്നത് തത് ആ ബിംബമാണ്. ബിംബമില്ലെങ്കിൽ, പ്രതിഫലിക്കാനൊരു മീഡിയമില്ലെങ്കിൽ ഏതില്ല? പ്രതിബിംബമില്ല. ഇപ്പൊ നമ്മൾ ബിംബത്തിനോടല്ല അടുത്തിരിക്കുന്നത്, ഈ പ്രതിബിംബം ഇപ്പോൾ അടുത്തിരിക്കുന്നത് ശരീരത്തോടാണ്. ഇനി ഈ ശരീരത്തിൽ നിന്നും മനസ്സിനെ ബിംബമായിരിക്കുന്ന ഈശ്വര വിചാരത്തിലേക്ക് കൊണ്ടുവന്നാൽ അപ്പം നിനക്ക് മനസ്സിലാവും, ത്വം തദേവ അസി. നീയാകുന്ന പ്രതിബിംബം ആര് തന്നെയായിരുന്നു? ആ ബിംബമാകുന്ന നിശ്ചലമായ തത്വം തന്നെയായിരുന്നു. അപ്പോ നമുക്ക് അപ്പം മനസ്സിലാകും എന്ത്? ഈശ്വരനും ഞാനും എല്ലാം ഒന്ന് തന്നെയാണ്. ഈ പ്രയോഗം വളരെ ശ്രദ്ധിക്കണം. ഈശ്വരനും ഞാൻ ഒരിക്കലും ഒന്നാവില്ല. ഈ പ്രയോഗം ഞാൻ വളരെ മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇപ്പോ നമ്മൾ ഞാനെന്ന് പറയുന്ന സംസ്കാരം ഒരിക്കലും ആരാവില്ല? ഈശ്വരനാവില്ല. ആ ഈശ്വര ചൈതന്യത്തിലേക്ക് നിങ്ങൾ ലയിച്ചാൽ നിങ്ങൾ ഒരിക്കലും പറയില്ല ഞാൻ ഈശ്വരനാണെന്ന്. പിന്നെ നിങ്ങൾ പറയുക ഞാൻ ഭഗവാന്റെ ഒരു ദാസനാണ്. ആ ലയം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ ഈശ്വരനല്ലാതെ ഒന്നുമില്ല. പിന്നെ ഞാനെങ്ങനെ ഈശ്വരനാവുക? ഇവിടെ എല്ലാം ഈശ്വരമയം. യാതൊന്നു കാൺമതതു നാരായണൻ തന്നെ. ഈ അവസ്ഥയിലേക്ക് നമുക്ക് അനുഭവം വരുന്ന പറയുന്നത്. ഇപ്രകാരം തത്വമസ്യാദി മഹാവാക്യാർത്ഥത്തെ മനസ്സിലാക്കണം. മൽഭക്തനായുള്ളവൻ ഈ പദം അറിയുമ്പോ മൽഭാവം പ്രാപിച്ചിലും ആരിത് മനസ്സിലാക്കുന്നോ അവൻ എന്നെ പ്രാപിക്കുന്ന പറയുന്നത്. ഞാൻ അവനെ ഉയർത്തുന്നൊന്നുമല്ല പറയുന്നത്, അവൻ എന്നെ പ്രാപിക്കും. അപ്പൊ നമ്മളാണ് ആരെ പ്രാപിക്കേണ്ടത്? പാവം ഭഗവാൻ അങ്ങനെ കാത്തിരിക്കുക, വരൂ 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 എന്ന്. റോഡ് സൈഡിൽ കൂടെ പോകുമ്പോണ്ടല്ലോ കച്ചവടക്കാരെങ്ങനെ വിളിക്കുന്നു, വരൂ 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 എന്ന്. നമ്മളാണ് പോവാത്തത്, അവര് കാത്തിരിക്കുക. ഇതുപോലെ ഭഗവാൻ നമ്മളെ ഇങ്ങനെ ഓരോരുത്തരെയും വരൂ 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 എന്ന്. പോണ്ടേ നമ്മള് വരില്ല വരില്ല എന്ന് പറഞ്ഞ പിടിവാശി പിടിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് അവസാനം നമ്മൾ ആ ഭഗവാനെ പ്രാപിക്കും. ഉറക്കം പറയുന്നത് പോലെ എന്നെ തന്നെ വിചാരം ചെയ്യുന്ന ഒരാള്, ഉറക്കം ഉറക്കം വിചാരം ചെയ്യുന്ന ഒരാള് ഉറക്കമാകുന്ന എന്നെ പ്രാപിക്കുന്നു പറയുന്നത് പോലെ ഭഗവാൻ പറയുന്നു എന്നെ തന്നെ വിചാരം ചെയ്യുന്ന ഒരാള് എന്നെ തന്നെ പ്രാപിക്കും. ഭഗവാൻ വളരെ മനോഹരമായിട്ട് ഭാഗവതത്തിൽ അത് പറയും. വിഷയാൻ ധ്യായതച്ചിത്തം വിഷയേഷു വിഷജ്യതേ മാമനുസ്മരച്ചിത്തം മയ്യേവ പ്രവിലീയതേ. വിഷയാൻ ധ്യായതച്ചിത്തം വിഷയേഷു വിഷജ്യതേ. നിങ്ങൾ ഗുരുവായൂരപ്പന്റെ സീരിയലിനെ കുറിച്ച് വിചാരം ചെയ്താൽ, ഗുരുവായൂരപ്പന്റെ സീരിയൽ ഉണ്ടല്ലോ വൈകുന്നേരം ടി വിയിൽ, ആ സമയമാകുന്ന സമയത്ത് സീരിയലിനെ കുറിച്ച് വിചാരം ചെയ്താൽ നിങ്ങളുടെ മനസ്സ് സീരിയലിൽ പോയിട്ട് അതിൽ ലയിക്കും. ഉള്ളിലിരിക്കുന്ന ആത്മാവായിരിക്കുന്ന ഗുരുവായൂരപ്പനെ അതുപോലെ വിചാരം ചെയ്താൽ മനസ്സ് കുറെ കഴിഞ്ഞാൽ ആത്മാവാകുന്ന ഗുരുവായൂരപ്പനിലും എന്ത് ചെയ്യണം? വിലയനം പ്രാപിക്കണം. അല്ലേ? ശരിയല്ലേ? നിങ്ങൾ സ്വയം ഇതിങ്ങനെ അവലോകനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും.
എന്നും മക്കളോട് സംസാരിക്കുന്ന അമ്മമാരുണ്ട്, കല്യാണം കഴിച്ചു കൊടുത്ത മക്കളോട്. അതിനൊരു സമയം അവർ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. 7 മണി മുതൽ 7 വരെ മക്കളോട് സംസാരിക്കാൻ. പ്രത്യേകിച്ച് ഈ പുറത്ത് ജോലി ചെയ്യുന്ന മക്കളോടൊക്കെ അങ്ങനെയാണ് സംസാരിക്കുക, അമേരിക്ക അല്ലെങ്കിൽ അവിടെയൊക്കെ. കാരണം അവരുടെ സമയം നോക്കിയിട്ട് വേണം ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കാൻ. അത് പിശുക്കന്മാരായിട്ടുള്ള അമ്മമാരെ വിളിക്കൂല്ല, അവരിങ്ങോട്ട് വിളിക്കണം. അവരിങ്ങോട്ട് വിളിക്കുകയാണെങ്കിലും ഇവർ അങ്ങോട്ട് വിളിക്കുകയാണെങ്കിലും ശരി, അവര് വിളിക്കുന്ന സമയം ഫോണേവ വിലജ്യത. മനസ്സെപ്പോഴും ആരുടെ അടുത്തുണ്ടാവും? ഫോണിന്റെ അടുത്തുണ്ടാവും. ഇപ്പൊ വരും വിളിയിൽ. ഇനി ആരുടെ വിളി വന്നാലും അവർക്ക് തോന്നുന്ന അവരുടെ മകൻ വിളിക്കണോ അല്ലെങ്കിൽ മകളെ വിളിക്കണോ എന്ന് തന്നെ തോന്നുള്ളൂ. ശരിയാണോ? ആ ഇന്റൻസിറ്റി ഉണ്ടല്ലോ, മകന്റെ വിളി, മകളുടെ വിളി, ആ ഫോണിന്റെ അടുത്ത് പിടിച്ചു നിർത്താനും മകന്റെ സ്മരണ ഉണ്ടാക്കാനും നമ്മുടെ മനസ്സിന് സാധിക്കുമെങ്കിൽ, അത്രയൊക്കെ ഒരു ഇന്റൻസിറ്റി ഭഗവാനോട് കാണിക്കുകയാണെങ്കിൽ മനസ്സെങ്ങോട്ടും ഉയരണം, ഭഗവാനിലേക്ക് ഉയരണം. പക്ഷെ എന്നാ നമ്മുടെ ഇന്നത്തെ കാര്യമുണ്ടല്ലോ, അത്ര ഇന്റൻസിറ്റി പലർക്കും ആരോട് വരുന്നില്ല? ഭഗവാനോട് വരുന്നില്ല. കഷ്ടപ്പെട്ട് അമ്പലത്തിൽ പോയാലും അപ്പോഴും ഇന്റൻസിറ്റി ചെരുപ്പിനെ കുറിച്ചാണ് വരുന്നത്. അത് വല്ലവരും കൊണ്ടുപോകുന്നു നോക്കണേ. അമ്പലത്തിൽ പോയാലും ഭഗവാന്റെ ചിന്ത വരുന്നതിനേക്കാളും കൂടുതൽ 150 രൂപയുടെ ചെരുപ്പ് ആരെങ്കിലും ഗുരുവായൂരപ്പ ചെരുപ്പ്, അത് പറയില്ല എന്ന് മാത്രം. കാരണം അത് പറഞ്ഞാൽ മോശമല്ലേ? പക്ഷെ മനസ്സിലെപ്പോഴും വിചാരം ഉണ്ടാവും, ആ ഒരു ചിന്ത. അത് നമ്മുടെ അമ്പലങ്ങളിലാണെങ്കിൽ ചെരുപ്പ് വെച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പല വിധത്തിൽ അവതരിക്കാറുണ്ട്. പക്ഷെ കൂടുതൽ അവതരിക്കുക ചെരുപ്പ് എടുത്തു കൊണ്ടുപോകുന്ന രൂപത്തിലായിരിക്കാം. നോക്കൂ, അതാ ഒരു എത്ര ഇന്റൻസിറ്റിയാ വരുന്നത് നോക്കൂ. ഇപ്രകാരം നമ്മുടെ മനസ്സിനെ നമ്മൾ ക്രമേണ പരിശീലിപ്പിക്കണം. അതുകൊണ്ട് ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ട് മോക്ഷതം പാപഹരം ഹൃദ്യമാനന്ദോദയം സർവവേദാന്തസാര സംഗ്രഹം രാമദത്തം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തിപൂണ്ട് അനാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ. ആര് ഇതെടുത്ത് പഠിക്കുന്നുവോ അവരൊക്കെ മുക്തരായിത്തീരുന്നാണ് രാമായണ തത്വം പറഞ്ഞുകൊണ്ട് പരമശിവൻ പറയുന്നത്. അപ്പൊ രാമനോ അല്ല ശിവനോ അല്ല മുക്തി കൊടുക്കുന്നത്. രാമതത്വം മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങിയാൽ അവരൊക്കെ മുക്ത. ഞാൻ ശരിക്കും രാമായണം ശ്രദ്ധിച്ചു വായിച്ചിട്ടുണ്ട്. രാമകഥ കേട്ടവരൊന്നും മുക്തരാവുമെന്ന് ഞാൻ വായിച്ചിട്ടില്ല. ഒരു രാമൻ വന്ന് മുക്തി കൊടുക്കുന്നും വായിച്ചിട്ടില്ല. എന്നാൽ രാമതത്വം മനസ്സിലാക്കി ജീവിക്കുന്നവരൊക്കെ മുക്തരായിത്തീരുമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ പരമശിവനാണ് പറയുന്നത്. ആരോടാ പറയുന്നത്? ഭാര്യയോടാണ്. പരമശിവനായിരിക്കുന്ന ഭഗവാൻ താൻ ഭാര്യയ്ക്ക് മുക്തി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. നീയും പാർവതീദേവി എന്ത് വേണം? രാമതത്വം മനസ്സിലാക്കി ജീവിക്കണം. നോക്കണേ, ഒരു ഈശ്വരൻ പറയുമ്പോണ്ടല്ലോ, അപ്പൊ എത്രത്തോളം നമ്മൾ സീരിയസ് ആയിട്ട് അതൊക്കെ ഗ്രഹിക്കണം. ഇപ്രകാരം പറഞ്ഞിട്ട് ഇനി അവിടുന്ന് അങ്ങോട്ട് പറയുകയാണ്, എങ്ങനെയൊക്കെയുള്ള ആളുകളായാലും ശരി, ജാതിനിന്ദിതൻ, പരസ്ത്രീ, ധനഹാരി, പാപി, മാതൃഘാതൻ, പിതൃഘാതൻ, ബ്രഹ്മഹന്ത, എങ്ങനെയുള്ളവനായാലും ശരി രാമനാമത്തെ ജപിച്ചിടുവാൻ യോഗ്യനാണ് അവരൊക്കെ എന്ന് പറയാണ്. മനസ്സിലായില്ലേ? ഭഗവാന്റെ നാമം ജപിക്കാൻ എത്ര പാപം ചെയ്താലും ഒരു തെറ്റുമില്ല. നിങ്ങൾ ജപിക്കൂ, നിങ്ങൾ മുന്നോട്ട് പോകൂ, അങ്ങനെ നന്നായി തീരൂ എന്ന് പറയാണ്. ആദ്യം നമ്മൾ ആരായി തീരണം? ധന്യരാവും. കാര്യം മനസ്സിലാക്കൂ വേണ്ട വിധത്തിൽ. ഒരിക്കൽ നിങ്ങൾക്ക് പോവാനുള്ള മാർഗം ക്ലിയർ ആയി കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീടും ഏത് സ്ട്രീറ്റിലാണ്, ഏത് മാർഗത്തിലൂടെയാണ് അങ്ങോട്ട് പോവേണ്ടത് എന്നറിഞ്ഞാൽ തന്നെ നിങ്ങൾ ധന്യരാണ്, അല്ലേ? കൺഫ്യൂഷൻ ഇല്ലാത്തവരാണ് ധന്യര്. ഇവിടെ നിന്ന് നിങ്ങൾ പോവാൻ നിങ്ങൾക്കൊരു വാഹനം കിട്ടിയാൽ നിങ്ങൾ കൃതാർത്ഥരാണ്. നിങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ സ്വസ്ഥരാണ്. ഇത് തന്നെയാണ് ആധ്യാത്മികതയിൽ എന്ന് പറയുന്നത്. ആ വ്യക്തത, ആ യാത്ര, അവിടെ എത്തിച്ചേർന്നാൽ സ്വസ്ഥത. ഇത് പാർവതീദേവിക്ക് ബോധ്യപ്പെട്ടു. അതാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി ബാക്കിയുള്ളവർക്കും ആ രീതിയിൽ ഉയരാൻ രാമകഥയെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ പരമശിവൻ താൻ മനസ്സിലാക്കിയ രാമകഥ വിശദീകരിച്ച് പാർവതീദേവിക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ഓരോ അധ്യായം കഴിയുമ്പോഴും അല്ലെങ്കിൽ കാണ്ഡം കഴിയുമ്പോഴും അതിൽ പറയും, ഇതി ഉമാമഹേശ്വര സംവാദേ. ഇത് ഉമയും പരമശിവനും തമ്മിൽ നടത്തുന്ന സംവാദമാണ്. ഇവിടുത്തെ ഭഗവാൻ തന്നെയാണ് വക്താവ്, പാർവതീദേവിയാണ് ശ്രോതാവ്. സ്ത്രീകൾക്ക് ആധ്യാത്മികമായ കാര്യങ്ങൾ
പണ്ട് നാമം ചൊല്ലൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു. വേദം പഠിക്കാനോ അതുപോലെ വേദമന്ത്രങ്ങൾ ചൊല്ലാനോ ഒന്നും അർഹത ആർക്കുണ്ടായിരുന്നില്ല? സ്ത്രീകൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ സ്ത്രീകൾക്ക് അതിന് അധികാരം കൊടുത്ത മണ്ണാണ് ഭാരത മണ്ണ്. മനുഷ്യനെ ഈശ്വര രൂപത്തിൽ പൂജിക്കുമ്പോൾ അതേ രൂപത്തിൽ തന്നെ ഈശ്വരഭാവത്തിൽ സ്ത്രീകളെ പൂജിക്കാനും നമ്മുടെ പൂർവികർക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ കാലഘട്ടങ്ങൾ എങ്ങനെയോ പിഴച്ചുപോയതുകൊണ്ട് സ്ത്രീകളെ ആത്മീയതയിൽ നിന്നും മാറ്റി നിർത്തി. ഇത് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുമുണ്ടല്ലോ, ഇന്നും സ്ത്രീകളെ ആത്മീയതയിൽ മാറ്റി നിർത്തിയ എത്രയോ സംഭവങ്ങൾ ഹിന്ദുമതത്തിലല്ല മറ്റ് പല സംസ്കാരങ്ങളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ? ഇപ്പൊ ബുദ്ധിസ്റ്റുകളുടെ ഇടയിലുണ്ടല്ലോ സ്ത്രീകൾക്ക് സന്യാസിയാവാൻ പറ്റില്ല. അതുപോലെ ജൈനന്മാരുടെ ഇടയിലുണ്ട് ദിഗംബരന്മാരാവാം ആണുങ്ങൾക്ക്, പക്ഷെ സ്ത്രീകൾക്ക് ദിഗംബരന്മാരാവാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അവരെ മാത്രം, മറ്റുള്ള മതങ്ങളെ മാത്രം നമ്മുടെ എല്ലാ ഇതിലും കാണാം. പക്ഷെ ഭാരതത്തിലുണ്ടല്ലോ സ്ത്രീകളെ ഉത്തമാധികാരിയാക്കി വച്ചിട്ടുണ്ട് എന്ന് പറയാനാണ്. ഇവിടെ പറയുന്നത് പരമശിവനും കേൾക്കുന്നത് പാർവതീദേവിയും. അങ്ങനെ വക്താവും ശ്രോതാവും സ്ത്രീകളെ പോലും അധികാരികളാക്കിയ ശാസ്ത്രമാണ് രാമായണം. അതുകൊണ്ട് ഏതൊരാൾക്കും രാമായണം കേൾക്കാനുള്ള യോഗ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം രാമായണം ഭാരതത്തിൽ ഇത്രയധികം പ്രചരിക്കപ്പെട്ടത് എന്ന് പറയാണ്. ഇനി രാമകഥയിലേക്ക് നമ്മൾ കിടക്കുകയാണ്.